അപ്പോൾ എല്ലാവർക്കും ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശംഖുപുഷ്പവും ഓട്സും കൊണ്ട് നമുക്കൊരു പായസം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം നമ്മുടെ ഓട്സ് ഒന്ന് വറുത്തെടുക്കണം. നെയ്യോ എണ്ണയോ ഓയിലോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെ വറുത്തെടുക്കുകയാണ്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന വരെ വറുത്തെടുക്കണം. അതിനുശേഷം നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതേ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ ശംഖുപുഷ്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് കളറൊക്കെ ഒന്ന് ആവട്ടെ. ഇതുപോലെ കളറായി കഴിഞ്ഞാൽ നമുക്കത് അരിച്ചെടുക്കാം. അരിച്ച് പൂവെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിലേക്ക് തന്നെ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ 1.5 തവി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കുറുകി വരണം. ഓട്സിലേക്ക് പഞ്ചസാരയൊക്കെ പിടിച്ച് നന്നായിട്ട് കുറുകി വരട്ടെ. നമ്മൾ ഓട്സ് ഉണ്ടാക്കി കുറുക്കി എടുക്കില്ലേ, അതുപോലെ ഇത് കുറുകി വരണം. അപ്പോൾ നമ്മുടെ ഓട്സ് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. നല്ല ബ്ലൂ കളറായിരുന്നു. നമ്മൾ പാലൊഴിച്ച് കൊടുത്തപ്പോൾ അതേ ലൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പാലൊഴിച്ച് കഴിഞ്ഞപ്പോൾ അതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിന് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്ത് മുന്തിരി ഒന്ന് വറുത്ത് വരണം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും വറുത്തെടുക്കാം. എന്നിട്ട് നമുക്കത് പായസത്തിലേക്ക് ചേർക്കാം. അപ്പോൾ ടേസ്റ്റ് പായസത്തിന് ഒന്നുകൂടി കൂടുകയേ ചെയ്യുള്ളൂ. നമ്മുടെ മുന്തിരി നല്ല ബോൾസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നേരെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ശംഖുപുഷ്പം ഓട്സ് പായസം ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വാഴയില കൊണ്ട് ഉണ്ടാക്കിയ ബൗളിലേക്കാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഈ ബൗൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ സെർവിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഒരു ശംഖുപുഷ്പം വെച്ചിട്ടാണ്. നമുക്കിതൊന്ന് ടേസ്റ്റും കൂടി ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പൂവെന്തിയേ ആർത്ത് പിടിച്ച് കുടിക്കുക. വേണ്ട കഴിച്ചു.